Assalamualaikum, it's me Rinsha and welcome to another video of my channel. രാവിലെ നീച്ചിട്ട് ഈ ഒരു പഴം പുഴുങ്ങിയതും നെയ്യും ചേർത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. എന്താണേലും നല്ല ടേസ്റ്റി ആട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊന്നിരുന്നപ്പോഴത്തേനും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ ഭയങ്കര മൂടി ക്ലൈമറ്റ് ആയിരുന്നു. എന്നിട്ടിപ്പോൾ ഒരു 11 മണി ആ ടൈമിലാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രിൻ്റഡ് കുർത്തയായിരുന്നു ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണി ആയപ്പോഴാണ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഇങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ASMR വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ലാത്ത ടൈമിൽ ഞാൻ അധികം കാണുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്, ഈറ്റിംഗ് ASMR. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവൻറ്റ്സ് ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതായിരുന്നു. ഈ ഒരു പുഡിങ്ങിൻ്റെ പാക്കറ്റ് കുറേ ദിവസമായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം, കുറേ ദിവസമായി ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ ഉണ്ടാക്കുന്നത് ഒറ്റക്കൊന്നുമല്ല, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ കുറേ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇതേപോലത്തെ ഒരു പുഡിങ്ങൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്, അതും ഇമ്മാൻ്റെ കൂടി ഹെൽപ്പില്ലാതെ. ഞങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കുകയാണ്. സത്യം പറഞ്ഞത് ശരിയാവില്ല എന്നൊന്നും ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഫൈനലി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഞാൻ തൽക്കാലത്തിന് ഓഫാക്കി വെക്കുകയാണ്. കാരണം അത് ഓണാക്കി കഴിഞ്ഞാൽ ശരിയാകില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുകൂടിയിട്ടും ഒക്കെയാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് പറയും അതുങ്ങൾക്ക് പറ്റൂല, ഓൾ പറഞ്ഞാൽ അതിക്കും പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ. പിന്നെ നമ്മൾ ആദ്യം എടുത്ത പാല് കുറച്ച് കൂടിപ്പോയിരുന്നു. അപ്പോൾ ഇത് റെഡിയാവോ ഇല്ലേന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്താണേലും ഉണ്ടാക്കി നോക്കാമെന്നുള്ള ലെവലിലായിരുന്നു കേട്ടോ. ആ ഒരു പാക്കറ്റിൽ ഇതുപോലൊരു എസൻസ് അല്ല, എന്നാൽ ഇതിന് പറയാം, ഒരു കാരമലും ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് കണ്ട ഒരു പൗഡറും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി ലാസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിൽക്ക് നമ്മളിതിൽ കൊഴിക്കാം കേട്ടോ. അങ്ങനെ അതും സെറ്റാക്കിയിട്ട് ലാസ്റ്റ് ആ കാരമൽ ഒന്നുകൂടി ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു അതും കൊളായിന്ന്. പക്ഷേ കൊളായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒഴിക്കുമ്പോൾ ശരിയാവുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും റെഡിയായി. ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞത് ഏകദേശം 3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നു. ഇത് തുറന്നപ്പോൾ ആദ്യം മേലെ ഒന്ന് കുറച്ച് ചെറുതായിട്ട് കൊളായ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമ്മളിത് മറിച്ചിടുമല്ലോ, അപ്പോൾ ഈ ഭാഗമൊന്നും കാണൂല. ഇതാണ് മറിച്ചിടാനായിരുന്നു ശരിക്കും നല്ല പാടുപെട്ടത്. ഫസ്റ്റ് കുറേ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും പോരുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുകൂടിയും വെച്ചപ്പോഴാണ് അതൊന്ന് ശരിയായത്. ഫസ്റ്റ് ആ ഒരു ഡപ്പയിൽ കാണിച്ച സെയിം ആയിട്ട് അങ്ങനെ തന്നെ വന്നു. ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം സംഭവം ടേസ്റ്റ് ഉണ്ടോ അല്ലേന്ന്. അങ്ങനെ ഞാനും കഴിച്ചു നോക്കി. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു മധുരം പറ്റിയില്ല. പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്.
അങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേനും 6 മണിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈവനിങ് കോളേജ് വിട്ട് വരുന്ന ടൈമിൽ ലൈബ്രറിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കോളേജ് വിട്ട് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ താത്താക്ക് എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്യാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവളെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിലെത്തി ഇഷ്ടപ്പെട്ടതോളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഡ്രസ്സിങ് റൂമൊക്കെ വന്നു കേട്ടോ. കണ്ട എല്ലാ ഡ്രസ്സും നമ്മൾ ഇട്ട് നോക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ട 2 എടുത്ത് പോന്നിട്ടുണ്ട്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഇനി വീട്ടിൽ പോവാണ്. വീട്ടിലെത്താനാകുമ്പോഴത്തേനും ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് നടക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലെത്തി ഫൈനലി. എന്താണേലും ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.